മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രിയാണ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുന്നത് രജിച്ച് പറഞ്ഞ വീഡിയോ എടുക്കാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. ലൈക്ക് നൈറ്റ് റൂട്ടീൻ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. ബാഗ് എടുത്തിട്ടുണ്ട് മുഴുക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നാളെ സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ ബുക്കൊക്കെ ബാഗിൽ വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്കോട്ടെ. എൻ്റെ ബാഗ് പിങ്കും ബ്ലൂ ആണ്. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിങ്ങനെ നല്ല ഡിസൈൻ വേണ്ട, പക്ഷെ ഇതിന് ലീഫായിട്ടുള്ള ഡിസൈൻ ഉണ്ട്. പിന്നെ കേസ് നല്ല ബുക്സ് ഉണ്ട്. ഞാനിപ്പോൾ 5th അപ്പോൾ ഞാൻ നിൽക്കുന്ന ഞാൻ സ്കൂള് MES സെൻട്രൽ സ്കൂൾ പുത്തനത്താണ്. അപ്പോൾ കേസ് ഈ ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളും പിന്നെ ക്ലാസ്സും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നൈറ്റിൽ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബുക്കൊക്കെ ബാഗിൽ വെച്ചു. ഇനി ബെഡൊന്ന് ഇങ്ങനെ ബെഡ് സാധനങ്ങൾ ക്ലീനാക്കാം. അപ്പോൾ നമുക്ക് ക്ലീനാക്കാം. കുറച്ച് ഡ്രസ്സ് ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെ നമുക്ക് അവിടെ കൊണ്ടാക്കാം. ഗൈസ് ഞാൻ ഈ ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ വരാം കേട്ടോ. ഡ്രസ്സ് വെക്കാണ്ട് അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് വെച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഈ ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മുടി ഒന്ന് കെട്ടണം. ഈ ബണ്ണുണ്ട്. ഇത് മെലഡീൻ്റെ ഒരു ബണ്ണാണ്, പിങ്ക് കെട്ടിട്ട്. പിന്നെ ഗൈസ് ഈ ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ശരിക്കും ചെയർ വെച്ച് കാണിച്ചു തരാം. ഞാൻ ചെയർ കൊണ്ടിട്ട് കേട്ടോ. ഇത് എങ്ങനെ പറഞ്ഞാൽ ഒരു കഫ്താനാണ്. ഇത് കഫ്താൻ എൻ്റെ അമ്മ വീട്ടിൽ അടിച്ചത് തന്നെയാണ്, മെഷീനുണ്ട്. ഈ ഡ്രസ്സും ഇതിങ്ങനെ കഫ്താനായിട്ട് ഇട്ട് അതിന് സെയിമായിട്ട് പാൻറ്റും. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ രാത്രി ഇടുന്ന ഡ്രസ്സ്, നൈറ്റ് ഡ്രസ്സ് മാതിരി. ഡ്രസ്സ് അവിടെ വെക്കാണ് കേട്ടോ. ഇത് വാർ റൂമാണ്. ഞാനെന്താ കുറച്ചൊക്കെ ആയിട്ട് ക്ലീനാക്കി നല്ല ഡ്രസ്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്ട്രേറ്റ് ആകുന്ന കേട്ടോ. അത് ഇതാണ് സ്റ്റഡി ടേബിളും ഞാൻ നല്ല ക്ലീനാക്കി. അപ്പോൾ ഈ റൂം നോക്കൂ ഗൈസ്, ബെഡൊക്കെ ഞാൻ പൊടുപ്പും. അപ്പോൾ ഈ ഞാൻ എപ്പോഴാണ് കിടക്കുമ്പോൾ ബെഡ് ഇതാക്കിയിട്ടുണ്ടെന്നാലും പൊടുപ്പ് എന്താവുകയാണെങ്കിൽ നല്ല മടക്കും. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മേലേക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഞാൻ ചിലപ്പോൾ ചൂടെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് AC ഇടാം ഗൈസ്. ഇങ്ങനെ ഗൈസ് ഞാൻ റിമോട്ട് എടുക്കട്ടെ. എൻ്റെ റിമോട്ട് ഗൈസ് ഞാൻ അപ്പത്തിന് മുടി ചൂടെടുത്തല്ലേ ഇങ്ങനെ സുഖമായിരുന്നു. ഞാൻ പറഞ്ഞു പോയി ഇങ്ങോട്ട് ഗൈസ്. ഞാൻ ഓണാക്കട്ടെ. ഗൈസ് ഓണായി. AC ഓണായി. ഓണാക്കി വന്നുകൊണ്ട് നമുക്ക് ഡോർ ഇട്ടാം. പിന്നെ എൻ്റെ അടുത്തൊരു ഫേസ് വാഷ് നോക്കി കഴിയണം. അപ്പോൾ ഞാൻ എപ്പോഴും ഉറങ്ങുമ്പോൾ അങ്ങനെ അത് ചെയ്യും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യൂല. ഞാൻ കുളിച്ചു ചിലപ്പോൾ ഇങ്ങനെ സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ സ്കൂളിൽ തണ്ടേക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യലില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് കുറച്ച് തവായ് സ്റ്റിക്കേഴ്സാണ്. ഇതിൻ്റെ ഫ്രണ്ട് തന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കുറേ ആൾക്കാരെടുത്തുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിട്ടക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുരോമിൻ്റെ എക്സ്ക്യൂഷൻ ഞാൻ വെക്കും. ഗൈസ് ഇത് കസിൻ തന്നതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ ഓൾക്കും മെലഡി ഞങ്ങൾ ഓളെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ ഞങ്ങളൊരു ചാലഞ്ച് ഇങ്ങനെ വെറുതെ ചെയ്തതാണ്. ഓൾ എനിക്ക് ഉണ്ടാക്കും, ഞാൻ ഓൾക്ക് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് മെലഡീൻ്റെ കൊടുത്തു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഓൾക്ക് കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്ന കുറേ സാധനം. പിന്നെ ഇതും എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. ക്യാരറ്റിൽ എറേസേഴ്സ് ഉണ്ടാവും. എൻ്റെ പൗച്ചിലുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ പൗച്ചിൽ ആ എറേസർ കാണിച്ചു തരാം. പിന്നെ എൻ്റെ പൗച്ചും ഒന്നും കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പൗച്ച് കാണിച്ചു തന്നിട്ടുണ്ടാവും, പക്ഷേ സാധനങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവില്ല. നോക്കാം. എൻ്റെ ബാഗ് എടുത്ത് എൻ്റെ ബാഗിലാണ് ഇട്ടത്. ഓക്കെ, ഞാൻ എൻ്റെ ബാഗ് എടുത്ത് കാണിച്ചു കേട്ടെ. പിന്നെ അത് അവിടെ കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ എനിക്ക് ഞാൻ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. എന്തോ ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പൗച്ച്. പിന്നെ പൗച്ചിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ അപ്പം തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സ്കൂൾക്ക് മാത്സിന് കാശുണ്ടാവും, സ്കെയിൽ. പിന്നെ ഇത് ഇങ്ങനത്തെ കുറേ എറേസേഴ്സ് എൻ്റെ അടുത്തുണ്ട്. ഫസ്റ്റ് ഇതാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഊരാൻ പറ്റുന്നതാ. ബോ ഊരാൻ പറ്റും. പിന്നെ ഇതിമത്തെ ഈ ഒരു ലവ് ഊരാൻ പറ്റും. അങ്ങനത്തെ ഒരു എറേസറാണ്.
ഇതിൻ്റെ കുറേ എറേസർ ഉണ്ട്. അത് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ ഇത് റിങ്ങിൻ്റെ എറേസർ, കറക്റ്റ് നമുക്ക് റിങ് ആയിട്ട് ഇടാൻ പറ്റും. പിന്നെ ഇതെന്താ എനിക്ക് ഫസ്റ്റ് അറിയില്ല. പിന്നെ തുറന്ന് നോക്കിയപ്പോൾ പൈസ ഇവിടെ അല്ല, സോറി, ഇതാ ഇവിടെയാണ് ലിപ്സ്റ്റിക്ക് എറേസറാണ് കേട്ടോ. പിന്നെ ഇത് ബാഗിൻ്റെ എറേസർ, ഇതൊക്കെ നമുക്ക് കഴിയുമ്പോൾ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഷൂവിൻ്റെ എറേസർ, ആ ഒരു ഷൂവിൻ്റെ എറേസർ 2 ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടൊരു ബോക്സിൻ്റെ ഫേവററ്റ് ബോക്സ് ആട്ടോ, ഷൂവിൻ്റെ എറേസർ. ഈ ബോക്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ബ്ലാക്ക് ഞാൻ ഇട്ടുള്ളത് ഒന്നും കിട്ടുന്നത് എനിക്ക് ഓർമ്മയില്ല. ഇതെന്തോ വാച്ചിനാണ് ഞാൻ തോന്നുന്നു. പിന്നെ ഗൈസ് ഇത് ഫ്ലവർ, സ്മെല്ലില്ല, സ്മെല്ല് കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഒരു എറേസറിൻ്റെ മിററാണ്, പക്ഷെ ശരിക്കൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഗൈസ് നിങ്ങൾക്ക് ഫോൺ കാണാൻ പറ്റുന്നുണ്ടാകും തോന്നുന്നു. ഞാനൊക്കെ എറേസർ അതിൻ്റെ ഉള്ളിൽ ഇട്ടെടുക്കും. ഞാൻ ആകെ സ്കൂൾക്ക് കൊണ്ടുവന്ന ഈ എറേസറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നല്ല കൊണ്ടുവന്നു, അപ്പോൾ ഒന്നും കൂടി കൊണ്ടുപോകും. അപ്പം ഞാനിത് ഈ ബാഗ് ഈ എറേസർ കൊണ്ടുപോകും ഗൈസ്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇത് മെലഡീൻ്റെ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. മെലഡീൻ്റെ എറേസറാണ്. പിന്നെ എന്തായാലും പെന്ന് വേണം. പിന്നെ ഇത് ഞാൻ യൂണിക്കോണിൻ്റെ പെന്നും ഉള്ള സാധനമാണ് കേട്ടോ. യൂണിക്കോണിൻ്റെ ഒരു ഇത്, പിന്നെ ഒരു പെന്ന് നമുക്ക് എന്തായാലും എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പെന്ന്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ക്യാരറ്റ് ബോക്സിൻ്റെ ക്യാരറ്റ് അതിന് ഫ്രണ്ട് എന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് സ്റ്റാൻഡ് മാറ്റി ഉപയോഗിക്കണത് അതാണ്. പിന്നെ വേറെ സ്ഥലത്ത് പോകാൻ വെക്കട്ടെ കേട്ടോ, ഞാൻ ആ സാധനത്ത് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സാധനം. ഇത് നമുക്ക് കുറേ ഷോപ്സിൽ കാണാൻ പറ്റും. നമ്മൾ സ്കെച്ചൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ തിരിയും. ഞാൻ ഇപ്പോൾ സ്കെച്ച് ഫുൾ ഇട്ട് വെച്ചിരിക്കണേ. ഇനിയും കുറച്ചൊക്കെ വെക്കാനുണ്ട് കേട്ടോ. ഞാനിവിടെ പിങ്ക്, ഇവിടെ പർപ്പിൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമുക്കിത് കണ്ട ഇങ്ങനെ തിരിച്ചെടുക്കാം, എന്നിട്ട് വരയ്ക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന് അതിൻ്റെ സ്റ്റഡി ടേബിളും വെക്കും. ഇത് ഇവിടെ ഒരു മൂടി ആയിട്ടാണ് കേട്ടോ. ഇത് പുറത്തേക്ക് പോകും. പിന്നെ ഗൈസ് നമ്മൾ സിനിമ റോളുണ്ട്. സിനിമ റോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. ഞാനപ്പോൾ ഞാൻ കൊത്തി കയറ്റിക്കണം അതിനുള്ളിൽ വെക്കും. പിന്നെ ഇത് യൂണിക്കോണ്ടത് പെന്ന്, ഇതിങ്ങനെ ആക്കിയിട്ട് ഇവിടെ അങ്ങനെ കേട്ടോ. പിന്നെ അത് ഈ പെന്നുമാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ ഇത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ കൊണ്ടുപോകുക. എറേസേഴ്സ് അതൊക്കെ ഞാൻ യൂസ് ചെയ്യണതാണ്. ആ ചെറിയ എറേസറൊക്കെ ഞാൻ യൂസ് ചെയ്യും. ഈ പെണ്ണൊന്നും ഞാൻ കൊണ്ടുവരില്ല. നമുക്ക് ബോക്സ് തന്നെ തിരിച്ചിടാം. ഞാൻ കൊണ്ടുപോകാത്ത സാധനമൊക്കെ ഞാൻ വേറെ ആ ലവിൻ്റെ അതായിട്ടുള്ള ബോക്സ് ഇടും. പിന്നെ ഇത് നിങ്ങൾക്ക് കാണിച്ചു നിൽക്കണമെന്ന് എനിക്കറിയില്ല. ഇത് സോറി ഗൈസ്, ഇതിപ്പോൾ കുറച്ച് കൽപ്പിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. ടൈമൊന്ന് പോകുന്നതാണ്. ഇങ്ങനത്തെ സ്ട്രോബെറി ഉണ്ട് നിങ്ങൾക്ക്. അത് നമ്മൾ എന്തോ ഇങ്ങനെ സാധനം, എനിക്ക് പേര് ഓർമ്മയില്ല. ആ സാധനം കൊണ്ടാണ് ഇവിടുത്തെ നോക്കട്ടല്ലേ നോക്കും ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സാധനം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ പൗതിയെ പൂച്ച ഞാൻ കാണിച്ചു. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിരിക്കണേ. പിന്നെ ഗൈസ് ഞാൻ ഈ സാധനം സ്കൂളിൽ ഇടുന്നതാണ് കാണിച്ചത്. ഇതിപ്പോൾ മിറർ നമ്മൾ ഫേസ് കാണാൻ പറ്റുന്നതാണ്. ഇത് യൂണിഫോമിലിടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിന്ന് ഞാൻ വീടെടുത്തിട്ടില്ല. പെരുന്നാളപ്പം ഞാൻ വീടെടുത്തിട്ടില്ല കേട്ടോ, സോറി. അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിരുന്നു ഡാൻസ്. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ടതാണ്. നമുക്ക് ഇതുമ്മിട്ടെന്നാണ് ഇത് ഞാൻ ഇട്ടതും. പിന്നെ ഇതും ഇട്ടതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് പ്ലെയിന് മരത്താൻ വേണ്ടീന്. പ്ലെയിൻ ഇത്ര കിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ബോക്സ് തിരിച്ച് ബാഗൊക്കെ നോക്കട്ടെ. എൻ്റെ ബാഗിൽ കുറച്ച് അങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ട് കേട്ടോ. ഈ എറേസറൊക്കെ മറന്നു. അപ്പം എൻ്റെ സ്റ്റഡി ടേബിൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ബണ്ണ് ഞാൻ മുടി കെട്ടിട്ട് കേട്ടോ. ഇതിനുകൊണ്ട് നല്ല മുടി കിട്ടാൻ നല്ല സുഖമാണ്. ഞാൻ AC ഇട്ടിരിക്കുന്നു കേട്ടോ. ഇതിൻ്റെ കുറച്ച് ബാക്കത്തെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതൊക്കെ ബുൾബുളിന് കിട്ടിയതാണ്.
പിന്നെ ഇത് എൻ്റെ ഉമ്മ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വരച്ചതാണ്, വരച്ചിക്കാണ്ട് അതിന് പെയിൻറ്റ് ചെയ്യാം. പിന്നെ ഇത് എനിക്ക് വാങ്ങിച്ചതാണ് സാ, അത് നമുക്ക് ചില കടയിലൊക്കെ കിട്ടും, നമുക്കങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും കുറച്ച് ബുൾബുളിൻ്റെ കുറച്ച് സർവീസ് ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. എങ്ങനെ എടുക്കാൻ എനിക്കറിയില്ല, ബാക്കിലൊന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ആനുവൽ സ്പോർട്സിനൊന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. പിന്നെ എനിക്കൊരു ഗ്ലാസും കിട്ടീനു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ പേപ്പേഴ്സിൽ മൈ റോട്ടീൻസ് നീക്കാണ്ട് കുറച്ച് കളേഴ്സിലൊക്കെ ആയിക്കാണ്ട് ഞാൻ എഴുതി ചെയ്യുന്നു. പിന്നെ എനിക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത്. ഈ ഒരു ലൈറ്റാണ്, പക്ഷെ ഞാനപ്പോൾ അത്ര യൂസ് ചെയ്യലില്ല. പിന്നെ ഇത് അമൻ്റാണ് കേട്ടോ. പിന്നെ ഗൈസ് ഞാനിത് അവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിരിക്കണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് ഞാനാണ് വീഡിയോ കണ്ടിരിക്കണേ. എന്തോ ഒരു വീഡിയോ കണ്ടു, എന്തോ കമ്പ്യൂട്ടർ വെക്കണ സാധനത്തിൽ ഒരു കുട്ടി ഇതിൻ്റെ ഭക്ഷണം വയ്ക്കുക എല്ലാം അങ്ങനെ ചെയ്യാൻ, അത് ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതേമാതിരിയല്ല, അപ്പോൾ ഞാനിത് എനിക്ക് എന്തോ ഉണ്ടായതാണ്. അപ്പം ഞാൻ എല്ലാതും ഇതിനെ ചെയ്തിന്, പക്ഷെ ഇപ്പോൾ ചെയ്യലില്ല. ഇതാ ഈ ഒരു ടാബിളാണ്, അത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യും. ചിലപ്പോൾ പണ്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിന്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.